ഹലോ ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബേരഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു, സുരക്ഷിതരായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൊല്ലത്തു നിന്നും കൗതുകമുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിൻ്റെ ഓൺലൈൻ എഡിഷനിൽ ഞാൻ വായിച്ചിരുന്നു. KCBയോട് പ്രതികാരം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തെ മുഴുവൻ കറണ്ട് കളയുന്ന രീതിയിൽ വൈദ്യുതി സംവിധാനത്തിൽ തകരാറുണ്ടാക്കുകയും ഫ്യൂസ് ഊരിയെടുത്ത് തല്ലിപ്പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്ത ഒരു വ്യക്തി, ബിജു എന്നാണ് ആ വ്യക്തിയുടെ പേര്. അദ്ദേഹം നടത്തിയ ഈ പ്രതികാര വാർത്തയാണ് റിയാക്ഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്ക് ആ വാർത്തയൊന്ന് വായിച്ചു നോക്കാം. ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് ഊരി വൈദ്യുതി തടസ്സപ്പെടുത്തി നാടാകെ ഇരുട്ടിലായി, പ്രതി പിടിയിൽ. കൊല്ലം വൈദ്യുതി തടസ്സപ്പെടുത്തി ജനങ്ങളെയും KCBയെയും ദുരിതത്തിലാക്കിയ ആളെ ശക്തികുളങ്ങര പോലീസ് പിടികൂടി. ശക്തികുളങ്ങര അരവിള LC ഭവനത്തിൽ ബിജു 48 വയസ്സാണ് പിടിയിലായത്. കഴിഞ്ഞ മാസം 25 രാത്രിയിൽ ശക്തികുളങ്ങര വൈദ്യുതി സെക്ഷന്റെ പരിധിയിലുള്ള അരവിള ഭാഗത്തെ 11 kV ഫീഡറുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്വിച്ച് ഇയാൾ അനധികൃതമായി പ്രവർത്തിപ്പിച്ച് ആ ഭാഗത്തെ വൈദ്യുതി തടസ്സപ്പെടുത്തി. അരവിളയിലുള്ള ട്രാൻസ്ഫോമറിലെ ഫ്യൂസുകൾ ഊരിയെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു. 1 മണിക്കൂറോളം ഉണ്ടായ വൈദ്യുതി തടസ്സം മൂലം KCBക്ക് 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബിജുവാണ് പ്രതിയെന്ന് കണ്ടെത്തിയത്. പോലീസ് ഇയാൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു വാർത്തയിൽ റിയാക്ട് ചെയ്യാൻ എന്താണുള്ളതെന്ന്. സത്യത്തിൽ ഈ ഒരു സമയം നമുക്കെല്ലാവർക്കും KCBയോട് പൊതുവിലൊരു ദേഷ്യം തോന്നിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ വന്നിരിക്കുന്ന ബില്ല്, അഡ്വാൻസ് തുകയിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പോൾ KCB താരിഫ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി റെഗുലേറ്ററി കമ്മീഷന് പരാതി നൽകിയിരിക്കുന്ന സമയമാണ്, പെറ്റീഷൻ കൊടുത്തിരിക്കുന്ന സമയമാണ്. അതിനെ സംബന്ധിച്ച് നടന്ന പൊതു കണക്കെടുപ്പിൽ, പബ്ലിക് ഹിയറിംഗിൽ ആളുകൾ ഇരച്ചു കയറുകയും KCBയുടെ പ്രവർത്തനത്തിലും ഇതേപോലെ ചാർജ് വർധനയിലൊക്കെയുള്ള തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. സത്യത്തിൽ ആദ്യം ഈ വാർത്ത കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും, അങ്ങനെ തന്നെ വേണം KCBക്ക് എന്ന് തോന്നും. പക്ഷേ പണ്ട് കാരണവന്മാർ പറയുന്നത് പോലെ ഒരു ദേഷ്യം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ മറുദേഷ്യം കൊണ്ട് കയറാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ബിജു എത്തി നിൽക്കുന്നത്. ബിജുവിന് ഏകദേശം 840-850 രൂപയുടെ ബില്ലാണ് വന്നത് കഴിഞ്ഞ മാസം. ആ ബില്ല് കണ്ട ബിജുവിന് KCBയുടെ ദേഷ്യം തോന്നി. ഈ ദേഷ്യം തീർക്കാൻ വേണ്ടി ഒരു ദിവസം രാത്രി, കഴിഞ്ഞ മാസം 25-ാം തീയതി രാത്രി ഇദ്ദേഹം പോയിട്ട് ഈ അരവിള ഭാഗത്തേക്ക് കറണ്ട് പോകുന്ന 11 kV ലൈനിൽ അത് ബന്ധിപ്പിക്കുന്ന ഭാഗത്തെ വൈദ്യുതി സംവിധാനം തകരാറിലാക്കി. ആ ഫ്യൂസ് ഊരി അത് തല്ലിപ്പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്തു. KCB ഈ കറണ്ട് പോലെ എന്താണെന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ഫ്യൂസ് പോയിരിക്കുന്നത് കണ്ടു. അവരായിട്ട് ഫ്യൂസ് മാറ്റിയതല്ല, പിന്നെ പുതിയ ഫ്യൂസ് കൊണ്ടുവന്ന് കെട്ടിയിട്ടാണ് വൈദ്യുതി സംവിധാനം പുനഃസ്ഥാപിച്ചത്. പക്ഷേ അപ്പോഴേക്കും ആ പ്രദേശത്ത് ഏകദേശം 1 മണിക്കൂറിലധികം കറണ്ട് ഇല്ലായിരുന്നു. അതേ തുടർന്ന് 2 ലക്ഷം രൂപ നഷ്ടമുണ്ടായെന്നാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞത് ഏകദേശം 2,57,000 രൂപയുടെ നഷ്ടം KCBക്ക് ഉണ്ടായി എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞാൽ ആദ്യം സന്തോഷം തോന്നിയെങ്കിലും പിന്നീട് നമുക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം, ബിജു ഈ പൈസ ഒടുക്കേണ്ടി വരും. 850 രൂപ ബില്ലടക്കേണ്ട സ്ഥാനത്ത് ഈ 2 ലക്ഷത്തിൽ പരം രൂപ ഇദ്ദേഹം പിഴയായിട്ട് അടയ്ക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഇയാൾക്ക് ജാമ്യം കിട്ടുള്ളൂ. കാരണം ഈ PDPP ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് 1984 അനുസരിച്ചിട്ടാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ ആക്ട് പ്രയോഗിക്കുന്നത് നമ്മൾക്കറിയാമല്ലോ. ഇപ്പോൾ നാട്ടിൽ സമര ഹർത്താലൊക്കെ നടക്കുമ്പോൾ KSRTC ബസ്സിന് നേരെയും പോലീസ് ജീപ്പിന് നേരെയൊക്കെ ആക്രമണം നടത്തി അത് നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ KSRTC ബസ്സിനെതിരെ കല്ലെറിയും, പോലീസ് ജീപ്പിനെതിരെ കല്ലെറിയും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കോ അവിടെയുള്ള വസ്തുവകൾക്കോ ഒക്കെ ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ PDPP ആക്ട് അനുസരിച്ചിട്ടാണ് കേസെടുക്കുന്നത്. അതനുസരിച്ചിട്ട് ഈ നഷ്ടമായിട്ട് കണക്കാക്കുന്ന തുക പിഴയൊടുക്കിയാലേ ജാമ്യം കിട്ടുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ദുഃഖകരമായ കാര്യം. ഒരു ദേഷ്യത്തിന് ബിജു ചാടിയതാണ്, പക്ഷെ മറുദേഷ്യത്തിന് ഇപ്പോൾ കയറണമെന്നുണ്ടെങ്കിൽ ഈ 2-2.5 ലക്ഷം രൂപ അദ്ദേഹം പിഴയായിട്ട് അടയ്ക്കേണ്ടി വരും. പണ്ടൊക്കെ നാട്ടിൽ നമ്മൾ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ വരുന്ന സമയത്ത് പലരും ഇതേപോലുള്ള കുറേ കുസൃതികളൊക്കെ ഒപ്പിക്കാറുണ്ട്. പക്ഷെ അവർ ഫ്യൂസ് ഊരിട്ട് അവിടെ വെച്ചിട്ട് പോവുക ചെയ്യുന്നത്, അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പോകുന്നവർ. പക്ഷെ അതെനിക്കൊന്നും പൊതുജനത്തിന് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന രീതിയിലാണ്. ലൈറ്റൊക്കെ ഓണായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഫ്യൂസ് ഒന്ന് ഊരി വെച്ചിട്ട് പോകും. അത് ദ്രോഹം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, വെറുതെ വൈദ്യുതി പാഴാക്കണ്ട എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് പേർക്ക് നാടകം കളിക്കണം. പക്ഷേ ഈ നാടകം കളിക്കേണ്ട ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുട്ട് ആവശ്യമാണ് നാടകത്തിന്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഈ സ്ട്രീറ്റ് ലൈറ്റുള്ള വെട്ടം നാടകത്തിലേക്ക് വരുന്നത് കൊണ്ട് ഇവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു, അതൊക്കെ ഞാൻ ശരിയായിക്കൊള്ളാമെന്ന് പറഞ്ഞു.
അങ്ങനെ പറഞ്ഞ പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്യൂസ് ഊരിക്കളഞ്ഞു. പക്ഷെ അത് ആ ലൈറ്റിലേക്കുള്ള ഫ്യൂസ് ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. സത്യത്തിൽ അത് നിയമവിരുദ്ധമായ കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ ആരും പരാതി പറയാതിരുന്നത് കൊണ്ടും ആർക്കും നഷ്ടമൊന്നും ഇല്ലാത്തത് കൊണ്ടും ആ പ്രശ്നത്തിന് കാര്യമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പം ഇതുപോലുള്ള കുസൃതികളൊക്കെ നാട്ടിൽ ആൾക്കാർ ഒപ്പിക്കാറുണ്ട്. മാത്രമല്ല ഫ്യൂസ് ഊരൽ KSEBയുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. എത്രയോ ആളുകൾക്കാണ് വൈദ്യുത ബില്ല് അടച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഏകദേശം 3000-ഓളം കുടുംബങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോഴും ഫ്യൂസ് തിരികെ കുത്താത്തത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇരുട്ടിലാക്കിയിട്ടുണ്ട് KSEB. അതേസമയം വൻകിട സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള ഏകദേശം 3200 കോടി രൂപയുണ്ട് തിരിച്ചു കിട്ടാനായിട്ട്. അതായത് ബില്ലടക്കാത്ത വകയിൽ KSEBക്ക് ഏകദേശം 3200 കോടി രൂപയോളം കിട്ടാനുണ്ട്. അതിൻ്റെ പുറകെ പോകാതെ ഈ പാവപ്പെട്ടവനെ പിഴിഞ്ഞ് കാശ് മേടിക്കുക, അതില്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ ഫ്യൂസ് ഊരുക അതാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് ഈ ബിജു ഫ്യൂസ് ഊരിയതെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടാവും. അതാണ് ഞാൻ ഈ വാർത്ത വായിക്കാനുള്ള കാരണം. എന്താണ് ഈ ഫ്യൂസ് ഊരിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ വായിച്ചു നോക്കിയാണ്. പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ബില്ല് കണ്ട ദേഷ്യത്തിലാണ് പുള്ളി ഇത് ചെയ്തതെന്ന്. സത്യത്തിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഈ ഫ്യൂസ് ഊരല്ല, അത് ശരിയായ രീതിയിലുള്ള പ്രതിഷേധമല്ല. ആരും അത് ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഈ പൊതുമുതൽ നശിപ്പിക്കുന്നതിനെ പ്രിവെന്റ് ചെയ്തുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുക. ഏത് പൊതുസ്ഥാപനത്തിൻ്റെ മുതലാണോ നശിപ്പിക്കപ്പെട്ടത് അവർ കണക്കാക്കുന്ന പൈസ നമ്മൾ ഒടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ നിയമപരമായിട്ട് നേരിടുക. നമുക്ക് പരാതി കൊടുക്കാം. പരാതി കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യുതി ഉപയോഗിച്ചതിനനുസരിച്ചുള്ള വർധനവാണ് വന്നിരിക്കുന്നതെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതല്ലാത്ത സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള റെഗുലേറ്ററി കമ്മീഷനോ അല്ലെങ്കിൽ കേരള KSEB അല്ലെങ്കിൽ KSEBക്ക് ഓംബുഡ്സ്മാൻ ഉണ്ട്. കേരള ഇലക്ട്രിസിറ്റി ബോർഡിന് ഓംബുഡ്സ്മാൻ ഉണ്ട്. ഓംബുഡ്സ്മാനിൽ പരാതി കൊടുക്കാം. ഒരുപക്ഷെ കാലവിളംബം ഉണ്ടാകും, ചിലപ്പോൾ പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യതകൾ അറിയില്ല. നമ്മുടെ നാട്ടിലെ അവസ്ഥയാണല്ലോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പലപ്പോഴും പരാതിയുമായിട്ട് പോയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് തന്നെ നമ്മളൊരു ഗതികേടാണ്. പക്ഷേ നിയമപരമായിട്ട് പോകുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾക്ക് ആകെ ചെയ്യാവുന്നത്. അല്ലാതെ ഇതുപോലെ പൊതുമുതൽ നശിപ്പിക്കാനോ പണ്ടേതോ സിനിമയിൽ കണ്ടതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, കല്ലെടുത്തിട്ട് സ്ട്രീറ്റിലായിട്ട് എറിഞ്ഞു പൊട്ടിക്കുന്ന സംഭവം. അതുപോലെ KSEBയുടെ പൊതുമുതൽ നശിപ്പിക്കുന്നതല്ല ശരിയായ നടപടി. നിയമപരമായിട്ട് നീങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.